നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. ശങ്കാരനാദമിവ യോഗീന്ദ്രരുള്ളിലുമി തോന്നുന്ന ഗീതികളിലും പാൽപയോധിയിലും ആകാശവീഥിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരൂപ ഹരേ നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. ഹരിനാമ കീർത്തനം ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. ഝങ്കാരനാദമിവ യോഗീന്ദ്രരുള്ളിലൊരു മോതുന്ന ഗീതകളിലും പാൽപയോധിയിലും ആകാശവീഥിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരൂപ ഹരിനാരായണായ നമഃ. പ്രപഞ്ചം ധ്വനിമയമാണ്. ആരംഭത്തിൽ ഝങ്കാരമായി അനുഭവ വിഷയമാകുന്ന ധ്വനി എങ്ങനെയാണോ വിവിധ രൂപം കൈക്കൊണ്ട് ലോകത്തെങ്ങും പ്രകടമായി കാണുന്നത്, അതുപോലെ ബോധസ്വരൂപനായ ജഗദീശ്വരൻ പല രൂപത്തിലും ജഗത്തിൽ പ്രകടമായി കാണുന്നു. ഇക്കാര്യമാണ് 38-ാം ശ്ലോകത്തിൽ ആചാര്യൻ വർണ്ണിക്കുന്നത്. ഝങ്കാരനാദമിവ യോഗീന്ദ്രരുള്ളിലും ഓരോതുന്ന ഗീതകളിലും പാൽപയോധിയിലും ആകാശവീഥിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരൂപ ഹരിനാരായണായ നമഃ. യോഗീന്ദ്രരുള്ളിലും യോഗീശ്വരന്മാരുടെ ഉള്ളിൽ അനാഹത ധ്വനികളായും ഓതുന്ന ഗീതികളിൽ ഗാനം ചെയ്യപ്പെടുന്ന ഗാനസാഹിത്യങ്ങളിൽ വിവിധ രാഗങ്ങളുടെ രൂപത്തിലും ആകാശവീഥിയിലും ആകാശമാർഗത്തിൽ സദാ ഝങ്കാരനാദമായി പ്രകടമാകുന്നു. ഝങ്കാരനാദമിവ ഝങ്കാരധ്വനി എന്ന പോലെ ഒന്നായി നിറഞ്ഞരുളും പ്രപഞ്ചരൂപങ്ങളിലെല്ലാം അഖണ്ഡാദ്വയമായി വിലസുന്ന ആനന്ദരൂപ ആനന്ദസ്വരൂപനായ ഹരിനാരായണായ നമഃ. ഹരിനാരായണന് നമസ്കാരം. യോഗീശ്വരന്മാരുടെ ഉള്ളിൽ അനാഹത ധ്വനികളായും ഗാനം ചെയ്യപ്പെടുന്ന ഗാനസാഹിത്യങ്ങളിൽ വിവിധ രാഗങ്ങളായും പാലാഴിയിൽ തിരമാലകളുടെ ഘോഷമായും ആകാശമാർഗത്തിൽ ഝങ്കാരനാദമായും പ്രകടമാകുന്ന ഝങ്കാരധ്വനി എന്ന പോലെ പ്രപഞ്ചരൂപങ്ങളിലെല്ലാം അഖണ്ഡാദ്വയമായി വിലസുന്ന ആനന്ദരൂപനായ ഹരിനാരായണന് നമസ്കാരം. ഝങ്കാരധ്വനി ദൃഷ്ടാന്തം. ആകാശത്ത് ശബ്ദഗുണം ആരംഭിക്കുന്നതോടെയാണ് പ്രപഞ്ച സൃഷ്ടിയും ആരംഭിക്കുന്നത്. ഝം എന്നിങ്ങനെ സദാ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നാദമാണ് ആദ്യം ആകാശത്തോടൊപ്പം ഉദയം ചെയ്യുന്നത്. ആകാശത്ത് ഈ നാദം സദാ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ചെവി പൊത്തിപ്പിടിച്ചാൽ ആർക്കും ഈ നാദം അനുഭവിക്കാവുന്നതാണ്. ആകാശവീഥിയിലെ ഈ ഝങ്കാരനാദം തന്നെയാണ് യോഗീശ്വരന്മാരുടെ ഉള്ളിൽ പലതരത്തിലുള്ള അനാഹത ധ്വനികളായി പ്രകടമാകുന്നത്. അനാഹത ധ്വനികളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരണം 43-ാം പദ്യത്തിൻ്റെ വ്യാഖ്യാനം നോക്കി അറിയേണ്ടതാണ്. ആലാപനം ചെയ്യപ്പെടുന്ന ഗാനസാഹിത്യങ്ങളിൽ വിവിധ രാഗങ്ങളായി പ്രത്യക്ഷപ്പെടുന്നതും ആകാശവീഥിയിലെ ഝങ്കാരനാദം തന്നെയാണ്. പാലാഴിയിലെ തരംഗഘോഷമായി അറിയപ്പെടുന്നതും ഇതുതന്നെ. ഇങ്ങനെ
ഝങ്കാരനാദത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് പ്രപഞ്ചത്തിലെ എല്ലാ ശബ്ദതരംഗങ്ങളും. അതായത് പ്രപഞ്ചത്തിലെ എല്ലാ ശബ്ദതരംഗങ്ങളിലും ഝങ്കാരനാദം ഒന്നായി നിറഞ്ഞരുളുന്നു. അതുപോലെ ആനന്ദസ്വരൂപനായ ഈശ്വരൻ പ്രപഞ്ചഘടകങ്ങളിലെല്ലാം ഒന്നായി നിറഞ്ഞരുളുന്നു എന്ന് സാരം. ആനന്ദമാണ് ഈ പരസ്വരൂപം. സത്ത്, ചിത്ത്, ആനന്ദം ഇവയാണല്ലോ ഉപനിഷത്തുക്കൾ ഈശ്വര സ്വരൂപമായി വിവരിച്ചിരിക്കുന്നത്. ഉണ്മ, ബോധം, ആനന്ദം ഇവയാണ് സച്ചിദാനന്ദം. ഉണ്മ, ബോധം, ആനന്ദം ഇവയാണ് സച്ചിദാനന്ദം. ശുദ്ധരൂപത്തിൽ ഇവ മൂന്നും ഒന്ന് തന്നെ. ആനന്ദാനുഭവത്തിൽ ഇവ മൂന്നും ഒരാൾക്ക് ഒരുമിച്ച് അനുഭവിക്കാനും കഴിയുന്നു. എന്നാൽ കേവല ജഡരൂപങ്ങളിൽ ആനന്ദവും ബോധവും മറഞ്ഞു പോയിട്ട് ജഗദീശ്വരൻ്റേതായ ഉണ്മ മാത്രമേ കാണുവാനുള്ളൂ. അതുപോലെ ക്രോധം, ഭയം തുടങ്ങിയ ഘോരങ്ങളും മൂഢങ്ങളുമായ ചിത്തവൃത്തികളിൽ ആനന്ദം മറഞ്ഞു പോയിട്ട് ഉണ്മയും ബോധവും ഒരുമിച്ച് അനുഭവ വിഷയമാകുന്നു. മൈത്രി, കരുണ തുടങ്ങിയ സാത്വിക ചിത്തവൃത്തികളിലും ചിത്തവൃത്തികളെ ഒഴിച്ചുമാറ്റിയ യോഗിയുടെ സമാധി അനുഭവത്തിലും ഉണ്മയും ബോധവും ആനന്ദവും ഒരുമിച്ച് അനുഭവ വിഷയമാകുന്നു. ഇങ്ങനെ മൂന്നും ഒരുമിക്കുന്ന അനുഭവമാണ് ശുദ്ധ ആനന്ദ അനുഭവം. അനുഭവത്തിന് ഇതിനപ്പുറത്തേക്ക് പോകുവാൻ ഇടവുമില്ല. അതുകൊണ്ടാണ് ചിത്തവൃത്തികൾ ഒഴിഞ്ഞുമാറി തെളിയുന്ന കേവല അനുഭവം സത്യസാക്ഷാത്കാരമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആനന്ദാനുഭവത്തെ മറച്ച് ഉണ്മയെയും ബോധത്തെയും പ്രപഞ്ചഘടകങ്ങളിൽ വേർതിരിച്ചു കാണിക്കുന്നത് മായയുടെ വിദ്യയാണ്. അപ്പോൾ ശുദ്ധമായ ആനന്ദമാണ് ഭഗവത് സ്വരൂപം. ഝങ്കാരനാദം അനാഹത ധ്വനികളിലും ഗീതരാഗങ്ങളിലും സമുദ്രഘോഷങ്ങളിലും തികച്ചും മറയ്ക്കപ്പെട്ടു പോകുന്നു. എങ്കിലും ഝങ്കാരനാദം അവയിലെല്ലാം ഒന്നായി നിറഞ്ഞരുളുന്നുവെന്ന് തീർച്ച. അതുപോലെ ജഡരൂപങ്ങളിലും ഘോര മൂഢ ചിത്തവൃത്തികളിലും ജഗദീശ്വരൻ്റെ ആനന്ദരൂപം മറയ്ക്കപ്പെട്ടു പോകുന്നുവെന്നുള്ളത് സത്യം. എന്നാൽ കേവല ആനന്ദരൂപനായ ഭഗവാങ്കൽ നിന്നാണ് ഝങ്കാരനാദത്തിൽ നിന്ന് വിവിധ ശബ്ദങ്ങളെന്ന പോലെ അവയെല്ലാം പ്രകടമാകുന്നതെന്നും അവയിലൊക്കെ കേവല ആനന്ദരൂപനായ ഭഗവാൻ ഒന്നായി നിറഞ്ഞരുളുന്നുവെന്നും കാണേണ്ടതാണ്. ഈ പ്രപഞ്ചഘടകങ്ങൾ ആനന്ദത്തിൽ നിന്നും ഉദിക്കുന്നു, ആനന്ദത്തിൽ സ്ഥിതി ചെയ്യുന്നു, ആനന്ദത്തിൽ അസ്തമിക്കുന്നു എന്ന തൈത്തിരീയോപനിഷത്തിൻ്റെ ഉദ്ഘോഷവും ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ടതാണ്. ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആനന്ദരൂപ ഹരിനാരായണായ നമഃ എന്ന് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഈശ്വര സ്വരൂപം കേവല ആനന്ദമാണെങ്കിൽ അനുഭവമണ്ഡലത്തിൽ നിന്നും എന്തുകൊണ്ട് അത് മറഞ്ഞു? നിത്യമായ കേവല ആനന്ദ അനുഭവത്തിന് ഇനിയും വല്ല വഴിയുമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് 39-ാം പദ്യം. ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ